നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുമോൾ 2.0 ഒച്ച പുറത്തു വരാൻ പാടില്ല. അനുമോളെ, നീ വിഷമിക്കരുത്. ഞാൻ പറയാം, നിങ്ങളുടെ ഡിങ്കനാവണം ഞാൻ. ബിഗ് ബോസ് ഈ ക്യാമറ തിരിയുന്നില്ല. ബിഗ് ബോസ് ക്യാമറ തിരിയുന്നില്ല. ഏതെങ്കിലും ക്യാമറ ഫോക്കസ് ആയിക്കോളൂ. കാരണോ ധൈര്യമായിട്ട് കാരണോ അനുമോൾ എവിടെയുണ്ടോ അവിടെയാണ് കണ്ടിട്ട്. ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ബലിയില്ല ബിഗ് ബോസ്. നീ ആദിലായിട്ട് ഒക്കണം അനുമോളെ. ആദിലുമായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ആവണം അനുമോളെ. എനിക്കൊരു കോംപ്രമൈസും പണ്ടായിരുന്നു. നിന്റെ ഈ ആഴ്ച എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി ബിഗ് ബോസ്. എനിക്കൊന്നും കഴിയുന്നില്ല. അപ്പൊ 16 ലക്ഷത്തിന്റെ പിആറോ? 16 ലക്ഷത്തിന്റെ പിആർ ഉണ്ടോ ബിഗ് ബോസ്? ബിഗ് ബോസ് എന്നെ ഒന്ന് പറ ബിഗ് ബോസ്. അനുമോൾ വിഷമിക്കാതിരിക്കുക അനുമോൾ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അനുമോൾ. അനീഷ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചു പോയി. അനീഷ എത്രമാത്രം വിശ്വസിച്ചു പോയി. എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അത് മാത്രം വേണ്ടായിരുന്നു. അനീഷ ക്യാമറ ഇതാണ്. ആ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ബിഗ് ബോസ് 78 നമ്പർ ക്യാമറ. അല്ല, സത്യം പറഞ്ഞ ബോറടിക്കാൻ തുടങ്ങി അല്ലേ? ലൈവ് എപ്പിസോഡ് പിന്നെ കുറച്ചു നേരം കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചല്ലേ പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദിലാന്നൂറമാരും മറ്റേമാരിലും ചർച്ചകൾ. എന്നാലും അനീഷ് ഇങ്ങനെ അത് പതിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യേ, എന്തോന്ന് ഇത്? മാതള നാരങ്ങ വീണു അനുമോളി. അയ്യോ, അങ്ങേർക്ക് ആരെ ക്രഷാന്ന് പറഞ്ഞപ്പോ അങ്ങ് ക്രഷായി പോയതാവുന്ന്. സത്യം. എന്റെ എല്ലാ ടാസ്കില് കഴിഞ്ഞിട്ട് അനുമോളെ സേവ് ചെയ്ത് കഴിഞ്ഞ് വന്നിരുന്നിട്ടുള്ള ഡയലോഗാണ്. ഷാനവാസ് ആയിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. എന്റെ ബന്ധങ്ങൾ എന്തായിരുന്നു ഡയലോഗ്? എന്റെ ബന്ധങ്ങൾ ഞാൻ ജീവിച്ചിരിക്കല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. എന്റെ ദൈവമേ, ചിരിച്ചിരിച്ച്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ ആദില നൂറന്മാറും കമ്പനിയും അക്ബറും ഒക്കെ വെറുപ്പിക്കല് തന്നെ. ഓക്കെ, ഈ അതിന്റെ ഇടയ്ക്ക് ഈ അനുമോളും വെറുപ്പിക്കൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പൊ ഒരു നല്ല മത്സരാർത്ഥി ഉണ്ടാ ആരെങ്കിലും? ആരുമില്ല അല്ലെ? ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, അനീഷിന് സ്വന്തം സ്റ്റാൻഡിലൊക്കെ നിന്നാ പോരെ. എന്തിനാ അനുമോളുടെ ബാക്ക് പോവാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുമോൾ അവിടെ ഒറ്റപ്പെട്ടു. ഒരു കാര്യം എല്ലാവരോടും ചോദിക്കാണ്ടല്ലപ്പാ, ഇതെന്തത് കഥ? ഇപ്പൊ അനുമോൾക്ക് ഒരു കപ്പ് എന്നാണല്ലോ എല്ലാരും പറയുന്നത്. അത് എല്ലാരും മാറിയാ പോയി. അപ്പൊ ഞാൻ മാറണ്ടേ വയ്യ? അനുമോൾക്ക് തന്നെ കപ്പ് കൊടുക്കേണ്ടത്. പിന്നെ അവിടെ അല്ലാതെ അനീഷ് ഇപ്പൊ അവിടെ എന്ത് ഗെയിമാ ഉള്ളത്? എടോ, എന്നാലും നമ്മള് പറയണ്ട അനീഷിനൊരു കപ്പ്. ഈ അനീഷും കിട്ടൂല, ഈ അനുമോൾക്കും കിട്ടൂല. വെറ്റ് കിട്ടുന്ന നീ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടാസ്കും കൂടി ഇവന്മാരെ ലൈൻ അങ്ങോട്ടാന്ന് അറിയാം എനിക്ക്. അത് മാത്രമല്ല, ഇവര് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് കളിപ്പിക്കലാന്ന്. കാരണം ഇവർക്ക് പൈസ തേച്ച് ഇവരെ അക്കൗണ്ടിലേക്ക് ഇവർ എത്തും. അവിടെ അതിന് വേണ്ടിയിട്ടൊരു കളിയാന്ന്. കാരണം ആദ്യം മുതൽ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ലാലേട്ടൻ ആയി കഴിഞ്ഞാലും ബിഗ് ബോസ് ഒരു ചാരിറ്റി ഷോ ആയി മാറിയിരിക്കുക. ചാരിറ്റി ഷോ അല്ല. അതായത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവിടെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചോദിച്ചാൽ ഈ ആദിലയാണ്. ഈ ആദിലക്ക് പോലും ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് നെവിന് എന്ത് ശിക്ഷ കൊടുത്തത്? അതെന്തിനാ നീ എന്ന് പറ. അത് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിന് ലാലേട്ടനാണ് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആദില നൂറമാറ് ഓരോരോ ആൾക്കാരുടെ ജീവൻ അപകടത്തിൽ പെടുന്ന ഇതുവരെ കളിച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ടും കൂടി അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ നെവിന് മാത്രം അങ്ങനെ കൊടുത്താൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, നെവിന് ഒരു ശിക്ഷ കൊടുക്കേണ്ടത് കാര്യമല്ല. നെവിൻ ഉണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പുകളെ നടക്കൂല. അത് ശരിയാണ്. നെവിൻ ഇന്ന് അനുമോളെടുത്ത് പോയി സംസാരിക്കുന്നതായാലും ബാക്കി അവൻ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാന്ന് വെച്ചാൽ അവൻ ആരെയും പിന്നെന്ന് കുത്തിയിട്ടില്ല. ഫ്രണ്ടില് നേർക്കുനേർ. ഞാൻ ചോദിച്ചോട്ടെ എനിക്കൊരു സംശയം. അതായത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴും എന്റെ തോന്നലാണെങ്കിൽ ഞാനൊരു മഹാനൊന്നും അല്ല, എന്നാലും എന്റെ തോന്നലാന്നോ അറിയില്ല. അതായത് അക്ബറിനെ പുറത്തു കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നൊക്കെ ഷാനവാസ് ഒരു എന്താ പറയേണ്ടത്, അയാൾ ഒരു എന്താ പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഈ വേറൊരു കാര്യം പറഞ്ഞേക്ക്, ഈ അക്ബറിനെ പുറത്തു കൊണ്ടുപോകുന്നേ. അക്ബറിനെ പുറത്തു കൊണ്ടുപോയി വന്നപ്പോൾ പിറ്റേ ലാലേട്ടൻ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിന മനഃപൂർവ്വം എന്ന് പറഞ്ഞ് ഇതാക്കുന്നത് സംഭവം. അതുപോലെ തന്നെ നൂറേനെ കൊണ്ടുപോയിട്ട് ഇന്നലെ 3/4 മണിക്കൂറോളം സംസാരിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ പൈസ മുഴുവൻ, അതായത് കുറച്ച് പൈസ, ഒരു 10-15 ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടും. ബാക്കി ഒരു 30 ലക്ഷം രൂപയോളം അക്ബറിന് കിട്ടും. ഈ ഗതിയിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കേ, ഈ 50 ലക്ഷം റുപ്യ പല ആൾക്കാർക്കും കൊടുക്കുമ്പോൾ അതിന്റെ ടാക്സ് ഉണ്ടാവില്ല. മനസ്സിലായ? ടാക്സ് കുറയും. അതന്നെ, അത് കുറയും പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം എന്ന് വെച്ചാൽ ഇവൻ മാറി എല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഗെയിം കളിക്കുന്നുണ്ടോ അല്ലേ? കാരണം എന്താ വെച്ചാൽ ഈ ഒരു സത്യമില്ലാത്ത ഒരു സംഭവമായിട്ട് ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കേണ്ട ആളേൽ ഇവർ ഔട്ടാക്കിയായിരുന്നു. അപ്പൊ അത് കളിക്കേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ബറിന്റെ കൂടെയുള്ള എല്ലാവരും ഔട്ടാണ്. അത് നീ ശ്രദ്ധിച്ചില്ല? അക്ബറിന്റെ കൂടെ എല്ലാവരെയും ഔട്ടാക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അക്ബറിനെ കാട്ടി മേലെ വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. മനസ്സിലായ? ഈ ജിഷിൻ എന്ന് പറയുന്നവന് വേണ്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്ബറിന്റെ മുകളിൽ വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയം കൊണ്ട് ഇവർ ആദ്യം തന്നെ എല്ലാവരും ഔട്ടാക്കിയത്. അതുകൊണ്ട് ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ചില ആൾക്കാരൊക്കെ ബിഗ് ബോസ് ഇങ്ങനെയാണ്, ബിഗ് ബോസ് ഇങ്ങനെയാണ്, ലാലേട്ടൻ ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് കളി കളിച്ചിട്ടുണ്ടെങ്കിലും വിമർശിക്കണ്ടൊക്കെ വിമർശിക്കണം, അല്ലാതെ നമ്മൾ അടിമത്തൊന്നും അല്ല. ഇന്നൊരുത്തം പറയുന്നത് ഇന്ന് ഒരു ചങ്ങായി ഓനെന്ന് പറഞ്ഞാൽ ഏത് വീഡിയോ ഇട്ടാലും 50K 70K 100K ഉണ്ടാവും. അയാള് പറയുന്നത് കേൾക്കണാർന്ന് ബിഗ് ബോസ് ഈ ആഴ്ച ബിഗ് ബോസ് നല്ല രീതിയിൽ ഗെയിം കളിച്ചതെന്ന്. എന്തിനെങ്ങനെ പൊക്കി പറയുന്നത്? ഇവരൊക്കെയാണ് ഈ ഷോ നശിപ്പിക്കുന്നതാർന്ന്. അതായത് എല്ലാം എനിക്ക് അതിപ്പം നിന്നു. ഇപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും ഇത് ചെയ്തു. അത് അവരൊക്കെ നശിപ്പിച്ച് കളഞ്ഞു ബിഗ് ബോസ്. അതായത് അനാവശ്യമായിട്ട് ബിഗ് ബോസിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, എന്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാലും കണ്ണടക്കുക. അതാണ് ഇവർക്ക് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. ഇന്നത്തെ ടാസ്കും ഇന്നത്തെ ലൈവും എന്ന് പറഞ്ഞാൽ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ ശോകമായിരുന്നു, കട്ട ശോകമായിരുന്നു ഉള്ള കാര്യം. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണത്തില്ല, ഞാൻ കാണൂല. ഞാൻ ഇന്ന് ലൈവ് ഭയങ്കര ശോകം. പോരാത്തതിന് ഇപ്പൊ ഒരു ഗെയിമർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. ആർക്കാ കപ്പ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തന്നെ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതല്ലേ പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേജ് ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. ഇപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ആരാന്ന് അവിടെ കപ്പ്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു രൂപം കിട്ടേണ്ട സമയം എനിക്ക് ഒരു രൂപവും കിട്ടിയില്ലായിരിക്കും. കാരണം ആരാ കയറി വരുവാന്നല്ല. എന്നാ കാരണം എന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ ഇത് ഷാനവാസ് ഗെയിമെല്ലാം കൂട്ടി മടക്കി അയാള് പറഞ്ഞു 85 ദിവസം കൊണ്ട് എന്റെ പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ഗെയിമൊന്നുമില്ല. ഇനി വേറൊരു വിറ്റേക്കണം എനിക്ക്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇതൊന്നും നമുക്ക് മനസ്സിലാകാതെ എന്താ അറിയാ, ഈ ലാലേട്ടൻ മാതിരി ഇടക്കിടക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, കഴിഞ്ഞ ആഴ്ചയും എന്ന് പറഞ്ഞിന് 1 മണിക്കൂർ കൊണ്ടൊക്കെ പ്രേക്ഷകർക്ക് മാറാൻ പറ്റും. 1 മണിക്കൂർ അങ്ങനെ നമ്മളെ മാറ്റിയിട്ട് അവസാനം നോക്കുമ്പോഴേക്ക് എല്ലാ വോട്ടുകളും അക്ബറിന് പോകേണ്ട രീതിയിലാക്കുന്നു. എനിക്കൊരു സംശയം, എനിക്ക് 100യും അക്ബറും ഇവര് 2 പേരിലായിരിക്കും കിട്ടും. കാരണം അതിന് വേണ്ടിയിട്ട് ക്യാമറയായാലും അനുമോൾക്കെല്ലാം ഭയങ്കര ചാരിറ്റി അല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിൽ അതിലേക്കായാലും 100ക്കായാലും നമ്മളെ 3 പേരിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. പിന്നെ എന്തിനാ അവൾ അവിടെ നിൽക്കുന്നത്? ഇറങ്ങി ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഈ അനുമോളെ ഫാൻസാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കുവാണ്. കാരണം എന്താ അറിയാ, അതായത് ഇവരെ വെച്ചിട്ട് പാട്ടാ ഗേൾസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഓൻ അപ്ലേക്കോന്റെ ഇക്കാന്റെ സ്നേഹം, അപ്ലേക്കോന്റെ പെങ്ങളെ സ്നേഹം, ക്രഷ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങാതി ആയാലും എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വേണമെങ്കിൽ പറയാം, നിങ്ങളെല്ലാവരും അനീഷിനെ വോട്ട് ചെയ്തോ, പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അതാണ് മനസ്സിലാകാത്തത്. ഇത്രയും ഹിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതല്ലേ. ഇന്നത്തെ ആ ഒരു ടാസ്ക് കഴിഞ്ഞ 3.5 ലക്ഷത്തിന്റെ ടാസ്ക് അതിൽ വന്നിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് അനീഷെങ്കിലും വന്നിട്ട് അക്ബറിന്റെ പേര് പറയണ. ഒരു മനുഷ്യർ അവിടെ തുറന്നില്ല അക്ബറിന്റെ പേര്. അതെന്താ അക്ബറിന് അവിടെ അയാളും ഗെയിം കളിക്കുകയല്ലേ ചെയ്തത്? ഈ ആദിലൈ നോറി മാത്രമാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു, ഇവരെല്ലാം പ്രശ്നം എന്നാ എനിക്കറിയാം. അതായത് ഇവരെ പ്രശ്നം തന്നെ കൃത്യമായിട്ട് ഈ ആദില നൂറമാർക്ക് കൃത്യമായിട്ട് ആൾക്കാരെ വീഴ്ത്താൻ അറിയാം. അതാണ് അയ്യോ എനിക്ക് പിന്നെ പൈസ ഇല്ല, പണമില്ല, ഇതെന്താ ചാരിറ്റി ഷോയോ? ചാരിറ്റി ഷോ പോലെ. അയ്യോ അവൾക്ക് ഭയങ്കര കടബാധ്യത, അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങ് സഹായിച്ചേക്കാം. പിന്നെ എല്ലാവരും കൂടി ട്രോഫി എടുത്ത് കൊടുക്ക്. ഇവര് പറഞ്ഞെന്താ അറിയാം മോഹൻലാലിനോട്, അതിലാന്ന് പറ എന്താന്ന് ജോലി ചെയ്യുന്നത്? ഞങ്ങൾ വിപ്രോ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ് സാർ. എത്ര വർഷമായി നിങ്ങൾ വർക്ക് ചെയ്യുന്നു? 4 വർഷമായി സാർ. ഓക്കെ, ഈ 4 വർഷത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് മിനിമം 75,000 മുതൽ 1.25 ലക്ഷം രൂപ വരെ സാലറി ഉണ്ടാവും.
അല്ലാതെ എന്ന് പറഞ്ഞ ഇവര് 60,000 50,000 അല്ല ഇവര് അവര് ലോൺ എടുത്തിട്ട് സർജറി ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പണിയും ജോലിയും കൂടി ഇല്ലാത്തവർക്ക് ഏത് ബാങ്കിന് ലോൺ സർജറി അവൾക്ക് മുട്ടിന് സർജറിക്ക് ലോൺ ആര് പറഞ്ഞു നിങ്ങൾക്കൊന്നും പറയാൻ കൂടിപ്പോയിനെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഈറ്റങ്ങൾ ഞാൻ പറയാം സ്വന്തം തള്ളേന കൊട്ടയാന്ന് അതിന്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞ ടീമാണ്. മനസ്സിലായ? ഞാൻ പറഞ്ഞല്ലോ ആദില നൂറമാറ ഒരു കാരണവശാലും നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ കമ്മ്യൂണിറ്റിയോട് വിരോധമൊന്നുമില്ല. പക്ഷെ ആദില നൂറമാറ ഒരിക്കലും നമ്മൾ ഇത് ചെയ്യില്ല. എന്നാ കാരണം എന്നറിയാം, അതായത് ആദില നൂറമാരുടെ തന്തേനെയും തള്ളേനെയും ഇപ്പൊ ഒരു വേട്ടാപൊളിയാൻ വന്നിട്ട് ഇതേറി പറയുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആര് ജയിച്ചാലും തോറ്റാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അനീഷ് ജയിക്കണം എന്നാണ് എൻ്റെ മനസ്സ് മുഴുവൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇനി കളിക്കുന്ന ആൾക്കാർ ജയിക്കും. അത് മാത്രമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതൊക്കെ കപ്പ് പറഞ്ഞു വെച്ച് കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ് 7ന്റെ പണി എന്ന് പറഞ്ഞത് പ്രേക്ഷകർക്കാണ് കിട്ടിയിരിക്കുന്നത്, വേറെ ആയിരിക്കുമല്ല. സത്യമാണ്, അതൊരു സത്യമാണ്. ശരിക്കും ഈ 3.5 ലക്ഷത്തിന്റെ ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞ് ഇവര് എന്താണ് ഇത് ഈ ബിഗ് ബോസിന്റെ ഈ കീടങ്ങളോട് ഞാൻ പറയുന്നത്, എടാ നിങ്ങളെ ശമ്പളം വാങ്ങിക്കുന്നതിന് അയാൾക്ക് പണിയെടുത്തു കൊടുക്കും, അതാണ് വേണ്ടത്. എന്തിനാ ഒരു മനുഷ്യനിങ്ങനെ പറ്റിക്കുന്നത്? അംബാനീന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് എന്നുള്ള കാര്യം ഞാൻ പറയുകയായിരുന്നു, മനസ്സിലാക്കാറുണ്ട്. എന്തൊരു മനുഷ്യന്മാരെ നിങ്ങള് ഒരു ഉത്തരവാദിത്തം കാണിക്കേ. 3.5 ലക്ഷത്തിന്റെ ടാസ്ക് ആണോ അവിടെ പെട്ടിയെടുത്ത് കൊണ്ടുപോക്കെ? ആദില നൂറമാർ വരും എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് മാത്രമല്ല ഈറ്റങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നന്മ മരങ്ങളാണെന്ന് അറിയില്ലേ? ഒരു കാറിന്റെ ടാസ്ക് കൊടുത്തിട്ട് ഇത് വിജയിക്കുന്നവരെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ടോ? അന്തസ്സുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഊള ഷോയും കൊണ്ട് വെച്ചിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി പ്രേക്ഷകർ ഈ അല്ല 599 രൂപ അല്ല 699 രൂപ കൊടുത്ത് റീചാർജ് ചെയ്തിട്ട് ഉള്ള കാര്യം പറയാം. എന്റെ ടി വി ആയതുകൊണ്ട് ഞാനായിട്ട് വെച്ചിരിക്കുന്നത് പറയാറുണ്ട്. പിന്നെ രജിത്തിനോട് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ഒരു ടി വി ഞാൻ പണ്ട് എറിഞ്ഞു പൊട്ടിച്ചു, അയ്യോ വേണ്ടിയാണ് അയാള് വന്ന് ഔട്ടായെന്നേ എന്റെ ടി വി പോലത്തെ കുറെ അന്തം ഫാൻസ് നശിപ്പിച്ചത് ഉള്ള കാര്യം അതിനോട് കൂടി നിർത്തിയില്ല. ഇപ്പൊ അന്തരമൊന്നല്ല ഞാൻ. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന ആളൂടെ. എനിക്ക് അനീഷ് ഇഷ്ടമാണ്. അനീഷ് പിന്നെ വിന്നാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അനീഷ് വിന്നായി കഴിഞ്ഞാൽ കോടന്നൂരിൽ പോയിട്ട് സ്വീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്താണെന്നറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാട്ടോ. നിങ്ങൾ ആരും അറിയാത്തൊരു കാര്യം പറയാം, എനിക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് അനുമോള് അഭിനയിക്കുന്നതാണ്. ഉറപ്പല്ലേ? അനുമോൾക്ക് ഈ ആദില നൂറമാരോട് ഒരു ഞാൻ നിന്നോടില്ലേ ഒരു മാസം മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അതെ ഞാൻ പറഞ്ഞേക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മാസം മുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിന്. എന്നാ അറിയാം, ഈ ആദില നൂറമാരെ വീട്ടിൽ പോയിട്ട് അയൽവക്കത്ത് പോലും കയറ്റൂല ഇവളെന്ന്. മനസ്സിലായ? അല്ല പറയുന്നതിനോട് അതായത് ഇവർക്ക് ഗെയിം തന്നെയാണ്. കാരണം ആദില നൂറമാരെ ഒരു സ്വഭാവവും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അനുമോൾ എന്ന് പറയുന്നത് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക. അത് ഈ അനീഷിന് മനസ്സിലായി കഴിഞ്ഞാൽ നല്ലത്. പക്ഷെ അനീഷും അഭിനയിക്കുന്നുണ്ട്. അനീഷ് അഭിനയിക്കുന്നുണ്ട്. പിന്നെ അഭിനയം തന്നെയാണ് നമുക്ക് വ്യക്തമാണ്. പക്ഷെ ഈ സമയത്ത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്ന വെച്ചാൽ ഈട ഒറ്റപ്പെട്ട സ്ട്രാറ്റജിക്ക് ഒരാളെയും വിട്ടു കൊടുക്കത്തില്ല. എന്റെ കൊക്കന് ജീവനിടത്തോളം ഞാൻ മാത്രമേ ഒറ്റപ്പെടാൻ പാടുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. അത് മാത്രം 100 നല്ല വേദനയെന്ന് അറിയാം, വിഷമം എന്നറിയാം. ഈ ഇതെങ്ങനെ ഒറ്റപ്പെട്ടു അല്ല എന്റെ ക്യാപ്റ്റൻസി കോളമാക്കി ഇവിടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് 100 പോയിക്കോട്ടെ. അപ്പോ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ സിംഗ് അല്ലാണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ആദില ഇന്നലെ രാത്രിയെല്ലാം ഭയങ്കര വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ഈ ആദില എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞു സ്വന്തം തള്ളേന്റെ മുന്നിൽ വെച്ചിട്ട് പറയുമല്ലോ എന്റെ കൂടെ വാ ഹോട്ടലിൽ. അങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മമാരായി കേട്ടോണ്ടിരിക്കുക നീ ഒന്ന് പറയാറുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി, ഈ പെണ്ണിന് നേരെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നത്. കേസ് കൊടുത്തൂടെ പോയിട്ട് ഇത്രയും ബോൾഡായിട്ട് നടക്കുന്നതല്ലേ, എന്താ കേസ് കൊടുത്തൂടെ തന്തേന്റെ പേരിൽ? അതുകൂടാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുക. ഉപ്പാപ്പ പിന്നെ ആപ്പ വിളിച്ചിനി, പിന്നെ ഉപ്പാൻ്റെ അനിയൻ ഉമ്മാൻ്റെ അനിയൻ വിളിച്ചിനി എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും നാട്ടിക്കല്. നീ അല്ലേ പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കി. ഞാൻ പറയുന്നല്ലേ ഇത് പഴയ ഇന്റർവ്യൂ നോക്കി കഴിഞ്ഞാൽ ആ വീട്ടുകാരില്ലേ, ആ വീട്ടുകാർ ഇന്നലത്തെ അവരുടെ മോർണിംഗ് ടാസ്ക് കേട്ട് കഴിഞ്ഞാലില്ലേ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ ശരിക്കും വെറുത്ത് പണ്ടാറടങ്ങും. കാരണം അവർ അത്രയും നല്ല നിലയിൽ ജീവിച്ച് അവരെ കൊണ്ടുവന്ന്. ഇവര് ലെസ്ബിയൻ അല്ല, അത് നീ അറിയില്ലേ? ഈ 100 കള്ളക്കളി പുറത്തു വന്ന് 100 പറഞ്ഞു കേട്ടില്ല നീ? അതായത് ഈ പിന്നെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവനും പുറത്തു വന്നിനി.
ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പണ്ട് ആരാണ്ടോ ഇത് പറയുന്ന ഈ കേട്ടിന് ചെറിയ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കി അതന്നെ എന്തോ ചെറിയ ഡ്രസ് ഈ ചെറിയ ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് പള്ളിയിൽ നിന്ന് വിളി വരും പോലും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൂ. അങ്ങനെ ഇവള് വീട്ടിൽ നിന്ന് മടുത്ത് വെറുത്തു പോലും അറിഞ്ഞ് എന്നിട്ടാണ് ഈ നൂറ വിളിച്ചപ്പോ തന്നെ ഇറങ്ങി വന്നതെന്നല്ലേ പറയുന്നത്. അല്ലാതെ SPN ഒന്നും ആയിട്ടൊന്നല്ല. ഈ എന്തിനാ ഈ കഥയെല്ലാം പറയുന്നത്? എന്തോ ആയിക്കോട്ടെ, അല്ല അവരുടെ ഗെയിം. അപ്പൊ ഞാൻ പിന്നെ വേറെ കാര്യം പറയട്ടെ, അനുമോളായാലും എല്ലാവരും അവിടെ അഭിനയിക്കുന്നുണ്ട്. മനസ്സിലായി? ഉള്ള കാര്യം ഞാൻ പറയാലോ. അഭിനയിക്കാത്തത് അത്തും പിത്തും കിട്ടാത്തത് ഒറ്റ ഒരുത്തം മാത്രമേ ഉള്ളൂ. ആരാ അറിയാം? ആ നെവിൻ മാത്രം. സാബുമേനോ? സാബു എനിക്ക് കുറച്ച് മെമ്മറി വന്നിട്ടുണ്ട് ലാലേട്ടാ, കുറച്ച് മെമ്മറി വന്നിട്ടുണ്ട്. ഞാൻ അക്ബറിനോട് പറഞ്ഞത് മെമ്മറി മാരണ ആക്ടിങ് ആണ്. ഓനില്ലേ കള്ളന് കഞ്ഞിയും വെച്ചിട്ടില്ലേ, ഓനത് തിന്നിട്ട് പോവായിരുന്നു. അങ്ങനത്തെ ടീമാന്ന്. മനസ്സിലായി? എനിക്ക് ഇപ്പൊ നോക്കുമ്പോ കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നത് അക്ബറും നെവിനും ആണെന്നാണ് തോന്നുന്നത്. അക്ബർ അല്ല. അക്ബർ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നത് അക്ബർ ജെനുവിൻ തന്നെയാണ്. പക്ഷെ അക്ബറിന്റെ ഗെയിം തന്നെ കുത്തിത്തിരിപ്പാന്ന ഇവര് പറയുന്നത്. പക്ഷേ കുത്തിത്തിരിപ്പില്ലാത്ത ആൾക്കാരില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ കുത്തിത്തിരിപ്പ്, അസൂയ, കുശുമ്പ്, കുന്നായ്മ. അയ്യടാ ഞാൻ നിന്നൊന്നേ ഇതാക്കിയതാണ്. അയ്യടാ ഞാൻ നിന്നൊന്ന് പരീക്ഷിച്ചത്. അനീഷിനെ കുത്തിത്തിരിപ്പല്ല, ഇതന്നെയാന്ന് ജനങ്ങൾ മാറ്റം എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസ് നിങ്ങളെ വരെ മാറ്റിച്ചിരിക്കുവാന്ന്. എന്ന് വെച്ചാൽ അക്ബറിനെ നല്ലവനാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട്. അറിയാം, ഞാൻ ഒന്ന് പരീക്ഷിച്ചാ നിന്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നതെന്നാ എനിക്കറിയാം. അനുമോളക്ക് കപ്പ് കിട്ടില്ല, അനുമോളെ ചതിക്കും, അനുമോളെ പേളിമാണിന്റെ ഗതി, അനുമോളക്ക് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ അതിന്റെ അടിയിൽ എന്നാ പിന്നെ കഴിഞ്ഞ ദിവസം വരെ അനീഷിന് വോട്ട് ചെയ്തതാണ്. അനുമോളൊക്കെ വോട്ട് ചെയ്തിട്ട് ബാക്കി കാര്യം. ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നിട അനീഷ് പോയ ഇനി എന്നാ പിന്നെ അനുമോളെ പിടിക്കാൻ ഇനി എന്നാ പിന്നെ അങ്ങനെ അനുമോളെ പിടിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെന്ന് പറഞ്ഞാൽ അക്ബർ മയാന്ന് മൊത്തത്തില്. ഈ അക്ബർ മയത്തെ അവര് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതിന് PR ടീം തന്നെയാ പറയുക. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിൻഡോ എന്ന് പറയുന്നവനെ ഏഡിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് അതിനകത്ത് എന്നാ പറ 1.5 ലക്ഷം റുപ്യ മുടക്കിയെന്ന് പറഞ്ഞ ഒരു ചായ വെള്ളം പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ലല്ലോ. ഞാൻ അറിയില്ല എനിക്ക്. അതായത് ഈ പിന്നെ PR ഉണ്ടെന്നൊന്നും ഞനക്കറിയില്ല. നമ്മൾ കളി കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോ അനീഷ് നാളെ വന്നിട്ട് എനക്ക് PR ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തണ്ടിപ്പോവും. കാരണം വെച്ചാൽ നമ്മൾ ഇതൊന്നും വിചാരിച്ചിട്ടല്ല. എന്നിട്ടും ഇന്ന് 5-6 ആൾക്കാർ ചേട്ടാ എത്ര കിട്ടി ലക്ഷങ്ങൾ എന്നല്ല ചോദിക്കുന്നതായിരുന്നു. ഇവിടെ കഞ്ഞു കുടിക്കാൻ ഭാഗ്യമില്ലായിരുന്നു. അന്നേരം ലക്ഷങ്ങൾ എത്ര കിട്ടീനി എന്നാ ചെയ്യാറുണ്ട് നീ ഒന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവന്മാരൊക്കെ പിന്നെ വേറൊരു കാര്യം, ചാരിറ്റി അല്ല വേറൊരു കാര്യം ബിഗ് ബോസ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 100ാമത്തെ ദിവസം അവിടുന്ന് ഇറങ്ങിയിട്ടൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിയോട് കൂടിയിട്ട് ഇവരെല്ലാം ഒന്നാവും. ഇവിടെ നിങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് മറ്റോനെ തെറി വിളിച്ച് ഇവനെ തെറി വിളിച്ച് ഓരോ യൂട്യൂബറിന്റെ അവസ്ഥയെ ആലോചിക്കുമ്പോലെ എനിക്ക് കരച്ചൽ വരുക എന്ന കാരണം എന്നറിയാം. ഈ റോഡ് കിടന്നിട്ട് അവരെ തെറി വിളിക്കുക, അതിന്റെ മോളെ പറയുക, അച്ഛനെ പറയുക, എന്നിട്ട് ഇപ്പുറത്ത് പറയുക. ഇവര് ഒരു ബോധമുണ്ടോ ഇവർക്ക്? ഇവര് നാളാന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടണം പണം എന്ന് പറയുന്നത്. ഇവിടെ പണം കിട്ടണമെങ്കിൽ ഇത് ഈ പണം ഇതിന്റെ അകത്ത് വരുന്ന പണം നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ കിട്ടുന്ന ആൾക്കാരില്ലെന്ന് നമുക്ക് കൊറേ പരാധീനതകൾ പറയാം. ബിഗ് ബോസിൽ മറ്റേ 100ക്ക് പരാധീനതകൾ പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ പറഞ്ഞാലോ. സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ $200 കിട്ടീന് എനിക്ക്. സത്യം പറ, ആരാ നിങ്ങൾക്ക് അതാ വെച്ചെന്നേ? ഫ്രാൻസിൽ ഏതോ ജിൻഡോന്റെ ആരോ ആന്നെല്ലാം പറഞ്ഞിട്ടാണ്. സൂപ്പർ ചാറ്റിംഗ് ഇല്ലടി, ഇതിന്റെ അകത്ത് കമന്റിന്റെ കൂടെ നമുക്ക് ചാറ്റ് ചെയ്യാം. പ്രേക്ഷകർക്ക് തന്നോട്ടായിരുന്നു എനിക്കതാണ്. അല്ല ഈ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിന്റെ അകത്ത് അവരിങ്ങനെ അയച്ചു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ അകത്ത് ഇത് കിട്ടും. $200 കിട്ടിയില്ല, $20 കിട്ടി. എനിക്ക് മനസ്സിലായി കുറച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും മാർക്കറ്റിംഗ് തന്നെയല്ലേ, അതുകൊണ്ടാണ്. ഭാര്യൊന്നും പറയില്ല അല്ലേ? തമാശ പറഞ്ഞ കേട്ടോ, ആരും പൈസ ഒന്നും തരണ്ട. വെറുതെ കുറെ പണിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ ചുമ്മാ പറഞ്ഞാണ്. പിന്നെ പറ്റുമെങ്കിൽ അനീഷ് വോട്ട് കൊടുക്ക്. അനീഷ് മയല്ലൊരു ഇപ്പം മാറിയിട്ട് ഇപ്പം ഈ മിഞ്ഞാന്ന് വരെ അനീഷ് ജയിന്ന് വിളിച്ചോ. ഇനി അനുമോളെ ജയിപ്പിച്ചിട്ട് ഞാൻ ബാക്കി കാര്യം നോക്കിക്കോടാന്നെല്ലാം മറ്റേ വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് കേട്ടാ. ഇപ്പം എൻ്റെ പിന്നെ നമ്മളെ 2 വോട്ട് കൊണ്ടൊന്നും ആരും ജയിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നവർ വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പറയുന്നില്ല. നന്ദി, നമസ്കാരം. അല്ലേ? മതി. അല്ല ലാസ്റ്റ് ഒരു ഇതായിട്ട്
ലാസ്റ്റ് ഒറ്റയ്ക്കിരുന്ന് കരയണം, ഞാൻ ഇങ്ങോട്ട് അങ്ങനെ പോകാം. കരയുന്ന മാത്രല്ല, അനുമോള് കൃത്യമായിട്ട് നോക്കുമ്പോ ആ ക്യാമറ വരുന്നുണ്ടോ നോക്കും ആദ്യം. അപ്പൊ ഇങ്ങനെ ആ ക്യാമറ പക്ഷെ അക്ബർ പറയുന്ന ഒരു ഒരു കാര്യമുണ്ട്, മിനിറ്റ് നിൽക്ക്. ഈ വീട്ടിൽ ഒറ്റപ്പെടുന്നത് പോലെയല്ല ബിഗ് ബോസിൽ ഒറ്റപ്പെടൽ ഒരു 1.5 ഒറ്റപ്പെടലാണ്. ഞാൻ പറയുന്നവർക്ക് അതിന് ഒറ്റപ്പെടാൻ പെടണ്ടേ ഇവിടെ എന്നാ? കാരണം എന്താ പറയുക, ഏടിയും ഇരിക്കുമ്പോഴേക്ക് അനീഷ അടിയെത്തി. മാതള നാരങ്ങ വേണം. അതല്ലേ പറയുന്നേ. ഇനി പറഞ്ഞ ഓവർ ഇപ്പൊ അത് മാത്രല്ല വേറൊരു കാര്യം കൂട്ടുക, എന്താ വെച്ചാൽ അനുമോള് കൃത്യമായിട്ട് അത് ഞാൻ നോക്കി, എന്താ വെച്ചാൽ ക്യാമറ കൃത്യമായിട്ട് ഫോക്കസ്. അല്ലാതെ അനുമോൾക്ക് അവിടെ എന്തിനാ കരയുന്നത്, എന്തിനാ അത് പറയാറുണ്ട്. അനുമോൾ എന്തിനാ കരയുന്നത് അവിടെ? പല്ലോനും പയറ് അവളെ കൂടെ നിന്ന് ഒരാൾ ചതിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അതിലൂറെ എന്തിനി ഇതെന്നാ കപ്പ് നിങ്ങൾ വീതിച്ചെടുക്കുക അയ്യ? എന്നാലോ അല്ല എന്നാന്ന് നിങ്ങൾ എന്ത് കുടുംബം ഉണ്ടാക്കാൻ വന്നേടാ? പാകലാത്മിയാ നീ? പാട്ട ഗേൾസ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും 28 ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഈ നെവിനും അതുപോലെ തന്നെ പാട്ടാ ഗേൾസും ഇവിടെ എത്തിയിരിക്കുന്നത്. അറിയാ നീ? പാട്ടയൊന്നും അല്ലട്ടാ, പാട്ടായ ഗേൾസ് ആണ്. ഞാൻ പിന്നെ പാട്ടാന്ന് വിളിക്കുന്നത്. പട്ടായാന്ന് വിളിച്ചിട്ട് ഇനി ചൊറവരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ടിയാക്കി. അയ്യേ, പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞാ എനിക്കറിയാം. എന്നാ അറിയാം. അതിന്റെ ഇടയ്ക്ക് ഇന്ന് ആ ഇരിക്കുമ്പോ നീ കണ്ടിട്ടാണ്, അയ്യോ കാണുമ്പോ ഇതായി പോയി നടന്ന് അണ്ടർ ഇതെല്ലാം കാണുന്നായിരുന്നു. ഇതൊന്നും പറയരുത്. എന്താണ് അത് കട്ട് ചെയ്യണേ? കിടക്കട്ടെ. നെവിന്റെ അല്ലേ പറയുന്നത്? ഓന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ? നെവിൻ ഇന്ന് നല്ല ഡ്രസ്സിനായിട്ട് ഞാൻ പറയാറുണ്ട്, എന്നാ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് വേണ്ടിക്കൂടാ. നെവിൻ ഷർട്ട് ഇട്ടിനോ ഇതിട്ടിനോ എന്ന് എല്ലാവർക്കും നോക്കാം. വേറെ ആൾക്കാർക്ക് കണ്ടാൽ നമുക്ക് വേണ്ടിക്കൂടാ. അല്ല അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. ഞാൻ കട്ട് ചെയ്യുകയും ചെയ്യില്ല. എന്തിനാ കട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ ഈ അനുമോള് നെവിനോട് പറഞ്ഞിട്ടുണ്ടാ, നീ എന്തോ ഒരു ഷർട്ട് എടുത്തിട്ട് കിടന്നോളേന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴ് അതിന്റെ ഉള്ളിൽ അന്ന് കൊട്ടൂടെ? നിങ്ങൾ എന്തിനാ ഇതിൽ നോക്കുന്നേന്ന്? ക്യാമറയിൽ നോക്കി. ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലോ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ഏതോ മറ്റേ പടം കാണാനിരുന്ന പോലെ ഉണ്ടല്ലോ, 18+ ആക്കി കളയോ. ഇത് കട്ട് ചെയ്യൂ. നിന്റെ മുഖസുധാരേ അല്ല അതിന്റെ ലൈൻ. എന്റെ സ്വപ്നങ്ങൾ എന്റെ മോഹങ്ങൾ മരിച്ചു. അല്ല ഞാൻ നശിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ എല്ലാരും പറഞ്ഞു ചേട്ടാ നല്ലോണം പാട്ട് പാടുന്നുണ്ടല്ലോ. കുറച്ച് ലിറിക്സ് എല്ലാം നോക്കിയിട്ട് പാടുക, എന്നാൽ നല്ല രസമുണ്ട് കേൾക്കാൻ. അതന്നെയാണ്.